ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു കലേഡിയം തേടി പോവുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒത്തിരി കലേഡിയം ഉണ്ടെന്ന്. ഞാൻ വഴിയിൽ നിന്ന് പറഞ്ഞാൽ കണ്ട് ഞാൻ കരിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെയും കൂട്ടിയിട്ട് വന്നതാട്ടോ. ഒരു കയറ്റം കയറണം കേട്ടോ, മടുപ്പ്. അതുകൊണ്ട് നല്ല പ്രദേശങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ കയറി ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടേ. ഒരു വീടിൻ്റെ മുറ്റത്താണ്, പക്ഷേ അവരത് പറിച്ചൊഴിവാക്കുക. അവർക്കിത് എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ആ സുന്ദരിനെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വരുന്ന വഴി തന്നെ ഇതുണ്ടല്ലോ കൂട്ടുകാരെ, നിൽക്കുന്ന സുന്ദരി കണ്ടോ? ഇതുണ്ടോ? ഇതാട്ടോ നമ്മുടെ കലേഡിയം. എന്തായാലും എനിക്കിതിനെ കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ ഒരു പെങ്ങച്ചുണ്ടായിരുന്നു, അതിനെയും കൂട്ടിയിട്ട് വേഗം വന്നു കേട്ടോ. ഇവരൊഴിവാക്കുന്നതാണേ, പക്ഷേ കണ്ടില്ലേ എത്രയാണെന്ന് നോക്കിയേ. അപ്പോൾ ഞാനിതെല്ലാം പറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഈ വഴി സൈഡിലാണ്. നമുക്കിതൊന്നും അവിടെ ഒന്നും കിട്ടാനേ ഇല്ല. ഇതാ വിറ്റെന്നറച്ച്. അയ്യോ എന്തൊരു സന്തോഷമായിട്ട്. അങ്ങോട്ട് നോക്ക്. അയ്യോ അമ്മേ, കണ്ടോ നിൽക്കുന്ന നോക്കിയേ, എന്തൊരു സുന്ദരിയായിട്ടത് നിൽക്കുന്നേ നോക്കിക്കേ. കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ. നമുക്ക് എവിടെയെങ്കിലും ഇത് കിട്ടാനുണ്ടാവും. ഇങ്ങനെയൊക്കെ എന്തോരോ ഉണ്ട് കേട്ടോ. ഇതാ നിറച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിത് കാടാന്നും പറഞ്ഞ് പറിച്ച് ഒഴിവാക്കുക. അപ്പം ഞാനിതെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ എന്തോരോ ഉണ്ട് കേട്ടോ. അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. അയ്യോ മടുപ്പൊക്കെ മാറി കേട്ടോ. അങ്ങോട്ട് നോക്കിക്കാൻ നിൽക്കുന്നത് കണ്ടാ. ഇതാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വഴി സൈഡിൽ ഇത് പറഞ്ഞാൽ കരിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതൊരു വീട് നിറച്ചുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് ചേട്ടനെ കൂട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അയ്യോ മടുത്തിട്ട് നമുക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് നോക്കിയോ കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? എത്ര നല്ല സുന്ദരിയായിട്ടോ ഇത് മൊത്തം നിൽക്കുന്നല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അതാ ഈ വീട്ടുകാരുടേതാ കേട്ടോ. ഒരു വെയിലിൻ്റെ വെളിച്ചമുണ്ട്. അപ്പോൾ ഈ വീട്ടുകാരുടേതാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. അവിടെ വീട്ടിൽ ആളില്ല, ആളുണ്ട്. ആ ചേട്ടനോട് അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ അവരുടെ പറമ്പാകുമ്പോഴേ നമ്മളൊന്ന് ചോദിക്കണമല്ലോ. അവരോടൊന്ന് ചോദിച്ചിട്ട് നമ്മളിതൊക്കെ പറിച്ചെടുക്കുക. ഇതാ നീല ശംഖുപുഷ്പം കാണാത്തവരുതുണ്ടോ? ശംഖുപുഷ്പം എനിക്കിതില്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഒരു തയ്യും ഇവിടുന്ന് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അയ്യോ സന്തോഷമായി കൂട്ടുകാരേ. അപ്പം നിങ്ങൾ ആരും മടിക്കേണ്ട, എല്ലാവർക്കും ഉള്ളത് ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ കലവെടിത്തിന് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൂട്ടുകാരെ ഞാനിത് ഓരോന്നായിട്ട് പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. സന്ധ്യ ആവാനായതാണ്. അപ്പോൾ അത് അവരുടെ മുറ്റത്ത് നിൽക്കുന്നൊരു ചെടിയാണ് കേട്ടോ. വയലറ്റ് പൂവും വൈറ്റ് പൂവും കൂടെ കൂടിയിട്ട് ഇതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ. നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കണ്ടില്ല നിൽക്കുന്നത്. ഇതെന്താ വെയിലിൻ്റെ വെളിച്ചം കൊണ്ട് അങ്ങോട്ടും വീഡിയോയ്ക്ക് നല്ലൊരു ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് മുഴുവൻ തുളസിത്തോട്ടം കേട്ടോ. അവരുടെ മുറ്റത്ത് നിറച്ച് തുളസിത്തോട്ടമാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. കണപ്പം കൊണ്ടല്ലേ നല്ല സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉരുളൊക്കെ പൊട്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പറിക്കൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടും പറിക്കുക, ഞാനിതാ വീഡിയോ എടുക്കുക. അതിൻ്റെ ആ ഒരു എന്താ കിഴങ്ങുണ്ട്, ആ കിഴങ്ങ് പൊട്ടിപ്പോകാതെ കിട്ടണം. കിഴങ്ങ് അത് കുഴപ്പമില്ല, അതിന് വേരുണ്ട്. പക്ഷെ കിഴങ്ങ് പൊട്ടിപ്പോകാതെ വേണം കേട്ടോ നമുക്കിത് പറിച്ചെടുക്കാനായിട്ട്. ഞാനും അവരുടെ കൂടി പറിക്കട്ടെ, അല്ലെങ്കിൽ സന്ധ്യയായി പോകും കേട്ടോ. അപ്പോൾ പറിച്ചിട്ട് നമുക്ക് പോകണമല്ലോ തിരിച്ച്. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് നല്ല കളറുള്ളത് മാത്രമായിട്ടോ എടുക്കുന്നുള്ളൂ. ഇത് വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞു വരുന്നത് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേനും എന്താ നല്ല കളറായിക്കോളൂ കേട്ടോ. ഇതിനകത്തുനിന്ന് ഏതെടുക്കണം എന്നുള്ള അറിയത്തില്ല, അതേപോലെ നിൽക്കുവാണേ. അപ്പോൾ നമ്മളിതിനകത്തൊന്നും പറിച്ച് എല്ലാവരും എടുക്കണം. ഇതിപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ഈ മൊത്തത്തിന് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ മൊത്തം കൊണ്ടുപോകാൻ പറ്റൂല, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഈ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ അത് പറിച്ചു. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. ചേച്ചിക്ക് നാണക്കേട കേട്ടോ. അപ്പോൾ ഈ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ ചേച്ചിക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഇത് നമുക്ക് എടുത്തോളാൻ പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഇത് ചെടിയാന്നുള്ളത് ചേച്ചിക്ക് അറിയത്തില്ല അല്ലേ? ചെടി തന്നെ ഇത്. ഇതിനു മുമ്പ് ജോസാറായിരുന്നു താമസിച്ചപ്പോൾ. ആണോ? അവര് എവിടുന്ന് കൊണ്ട് നട്ടതായിരിക്കും അല്ലേ? ഒരെണ്ണം നട്ടതായിരിക്കാം. എന്നിട്ട് ചെടിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. കണ്ടോ പറിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ
ഉണ്ടല്ലേ, കുറേ പറിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ചെടി പറിക്കാൻ എവിടെ നിന്ന് വന്നു എന്നറിയുമോ? അതാ തിരുവമ്പാടിയിൽ നിന്ന് നമ്മൾ കണ്ണപ്പൻകുണ്ടിൽ വന്ന കേട്ടോ. കണ്ണപ്പൻകുണ്ട് മലയിലോട്ട് കയറി വരണം കേട്ടോ. അപ്പം വീട്ടിൽ വന്നപ്പം അവിടുന്ന് ഒരു ചെടി, അവിടെ ആ വീട് സൈഡിലൊരു ചെടി കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊരു നല്ല ചെടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, എത്ര നിനക്ക് വേണം ഇവിടെ വന്ന് പറിച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു വിട്ടതാണ് എന്നെ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ടോ. അപ്പോൾ ഇതേപോലെ വലിയ തൈ ആയിരിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന. ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളിതിന് 50 രൂപ റേറ്റിന് അടിക്കും കേട്ടോ കൂട്ടുകാരെ. നമ്മൾ തരുന്ന ഒരു തൈ തരുമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 3-4 തൈയൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മൾ തൈയൊന്നും പറിച്ചു വെക്കുന്നൊന്നുമില്ല, ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഒരു ചുവടെന്ന് പറഞ്ഞാൽ ഒരു 3-4 തൈയൊക്കെ ഉണ്ട്. അത് നമ്മൾ 50 രൂപ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ പെട്രോളിൻ്റെ പൈസ മാത്രം കിട്ടിയാൽ മതി കേട്ടോ. എൻ്റെ പൈസയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ചെടി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പം ഞാൻ നോക്കട്ടെ അവർ പറിച്ച് കഴിഞ്ഞൊന്നുണ്ടത്. പറിച്ചതുണ്ടോ? ഇതും ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ എനിക്കറിയാമല്ലോ കേട്ടോ. അവിടെ നിറച്ചുണ്ട്. ഇവിടെയൊക്കെ ആരെങ്കിലും താമസിച്ചപ്പം ഇട്ട് പോയതായിരിക്കാം ഇങ്ങനെയൊക്കെ. ഉണ്ടല്ലേ, സന്ധ്യ ആവാനായിട്ട് 5:30 ആയി. മലയാണേ. അപ്പോൾ ഞാൻ അവർ പറിച്ച് കഴിഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾ അതും എടുത്തിട്ട് പോകും കേട്ടോ. പറിച്ച് മൊത്തത്തിലുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ ചേച്ചി? ബായ് കേട്ടോ. ചേച്ചിക്ക് ഞങ്ങൾ വയ്യൊക്കെ പറഞ്ഞതാ. ഈ ഇത്ര സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പറിച്ചെടുത്ത് നോക്കി. എത്രയാന്ന് നോക്കിക്കേ. ഇനി അത്രയൊന്നും അല്ല കേട്ടോ. അത് കണ്ടില്ലേ, ഇനിയുണ്ട് ഇഷ്ടം പോലെ കിടക്കുന്നു. അപ്പം ഇതും കൊണ്ട് എന്തായാലും തൽക്കാലം ഞങ്ങൾ പോകുക കേട്ടോ. സന്ധ്യയായിട്ടുണ്ട്. ഇനി ഇതും കൂടെ പറിച്ചു കൊണ്ടുപോകാനില്ല. അതാ 2 കവർ നിറച്ച് കിട്ടി അല്ലേ? 2 കവർ നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.